ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ, ജെയിംസിനും ജോണിനുമൊത്ത് വഴിയിലൂടെ നടക്കുമ്പോൾ ഇന്നത്തെ വചനം നമ്മുടെ ഉള്ളിൽ പ്രതിധ്വനിക്കട്ടെ. അഭിലാഷം നിറഞ്ഞ രണ്ട് ശിഷ്യന്മാർ, ഒരു ധീരമായ അഭ്യർത്ഥന, യേശുവിന്റെ അത്ഭുതകരമായ ഒരു ഉത്തരം. അവരുടെ കഥ നമ്മുടെ സ്വന്തം ഹൃദയത്തിനും സ്വപ്നങ്ങൾക്കും മഹത്വമെന്ന വാക്കിനുള്ള നമ്മുടെ അർത്ഥങ്ങൾക്കും ഒരു കണ്ണാടിയായി മാറുന്നു. ലോകം പറയുന്ന മഹത്വവും വചനത്തിന്റെ പ്രതിധ്വനിയും. ആദ്യം നമുക്കെല്ലാവർക്കും നന്നായി പരിചിതമായൊരു പ്രതിധ്വനി. നിങ്ങൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് പോസ്റ്റ് കണ്ണിൽപ്പെടുന്നുവെന്ന് ചിന്തിക്കൂ. പരിമിത സീറ്റുകൾ മാത്രം, വിജയത്തിനും സ്ഥാനത്തിനും സുരക്ഷയ്ക്കുമായി ഇപ്പോൾ തന്നെ അപേക്ഷിക്കൂ. ഹൃദയം പെട്ടെന്നുണരുന്നു. മറ്റുള്ളവരുടെ അംഗീകാരവും ആശ്വാസവും ആദരവും മനസ്സിൽ വരച്ചുനോക്കും. ലോകം അതിരില്ലാതെ ചൊല്ലുന്നത് ഇതുപോലെയാണ്: നീ നേടുന്നതാണ് നീ, നിനക്കുള്ളതാണ് നീ, നിന്നെ എത്ര പേർ ശ്രദ്ധിക്കുന്നു എന്നതുപോലെ നീ വിലയുള്ളവൻ. പക്ഷേ തിരുവെഴുത്ത് തിരിച്ചടിയായി ഒരു മറ്റെക്കോ മുഴക്കുന്നു: പുല്ലുണങ്ങും, പൂവ് വീഴും, എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും. യെശയ്യാ 40:8. പ്രമോഷനുകൾ മങ്ങിപ്പോകും, ലൈക്കുകളും കമന്റുകളും ഉണങ്ങിപ്പോകും, ഇന്നത്തെ ഗ്ലാമർ നാളെയോടെ മറന്നുപോകും. അപ്പോൾ ചോദ്യം ഇങ്ങനെ പ്രതിധ്വനിക്കുന്നു: നാം യഥാർത്ഥത്തിൽ എന്താണ് പിന്തുടരുന്നത്? ലോകത്തിന്റെ താൽക്കാല വാഗ്ദാനങ്ങളോ, അതല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശാശ്വത വിളിയോ? ജെയിംസും ജോണും, സിംഹാസന സ്വപ്നങ്ങളും യേശുവിന്റെ കപ്പും. ഇപ്പോൾ ജെയിംസിനെയും ജോണിനെയും കേൾക്കാം. അവർ യേശുവിങ്കൽ വന്നു പറയുന്നു: ഗുരോ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നതെന്തുമാകട്ടെ ഞങ്ങൾക്ക് ചെയ്യണമേ. പിന്നെ അഭ്യർത്ഥന: നിന്റെ മഹത്വത്തിൽ ഒരുവന് നിന്റെ വലത്തും മറ്റൊരുവന് നിന്റെ ഇടത്തും ഇരിക്കുമാറാകണമേ. മത്തായി 20:21, മർക്കോസ് 10:35-37. അവർക്ക് ബെസ്റ്റ് സീറ്റ്സ് വേണം, രാജാവിന്റെ അരികിൽ എവ്രിവണ്ണിന്റെ കണ്ണിൽപ്പെടുന്ന സ്ഥാനം. യേശു അവരുടെ വലിയവനായിരിക്കണമെന്ന ആഗ്രഹം തള്ളുന്നില്ല, പക്ഷെ അർത്ഥം തിരുത്തുന്നു. നിങ്ങൾ ചോദിക്കുന്നതെന്തെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ കുടിക്കുന്ന കാപപാത്രം നിങ്ങൾക്കും കുടിക്കാമോ? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നതുപോലെ: നിങ്ങൾക്ക് ചെലവ് വരുമ്പോഴും എന്നെ പിന്തുടരാൻ ശരിക്കും താൽപ്പര്യമുണ്ടോ? യേശുവിന്റെ കപ്പ് വിജയത്തിന്റെ ട്രോഫിയല്ല, ഇത് കഷ്ടപ്പാടിന്റെ കാപപാത്രമാണ്. നമുക്കുവേണ്ടി അവൻ ഏറ്റെടുത്ത കുരിശിന്റെ പാത. ജെയിംസും ജോണും അടിയന്തരമായി മറുപടി പറയുന്നു: ഞങ്ങൾക്ക് കഴിയും. റിട്രീറ്റിനു ശേഷം, ശക്തമായ ഒരു കുർബാനയ്ക്ക് ശേഷം, തീർച്ചയായ ഒരു പ്രാർത്ഥനാ നിമിഷത്തിൽ നാം പറയാറുള്ളതുപോലെ: കർത്താവേ, നിനക്കായി എങ്കിൽ എന്തും ചെയ്യും. പക്ഷേ ശിഷ്യത്വം പരീക്ഷിക്കപ്പെടുന്നത് ഈ തീക്ഷ്ണ നിമിഷങ്ങളിലല്ല, തിങ്കളാഴ്ച രാവിലെയിലെ ചെറിയ തിരഞ്ഞെടുപ്പുകളിലാണ്. ചിലപ്പോൾ ഈ കപ്പ് ഇങ്ങനെയായിരിക്കും: ഇപ്പോഴും വേദനിപ്പിക്കുന്ന ആഴമുള്ള മുറിവ് ക്ഷമിക്കുക. ആളുകൾ ചിരിക്കുമ്പോഴും എതിർക്കുമ്പോഴും സത്യത്തിനൊപ്പം നിൽക്കുക. കുടുംബത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി സ്വന്തം സെൽഫ് സെന്റേർഡ് പ്ലാൻ മാറ്റിവെക്കുക. ആരും പ്രശംസിക്കാത്ത, മറഞ്ഞുകിടക്കുന്ന ഒരു ചെറിയ കടമയിൽ വർഷങ്ങളോളം വിശ്വസ്തത പുലർത്തുക. ഈ ഇടങ്ങളിൽ വചനം വീണ്ടും പ്രതിധ്വനിക്കുന്നു: നിങ്ങളിൽ വലിയവനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കട്ടെ. നിങ്ങളിൽ ഒന്നാമനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കട്ടെ. മനുഷ്യപുത്രൻ പോലും ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്കു വേണ്ടി തന്റെ ജീവൻ മറുവിലയായി കൊടുക്കാനും തന്നെയാണ് വന്നിരിക്കുന്നത്. മത്തായി 20:26, മർക്കോസ് 10:43-45. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ, കുറുക്കുവഴികളും യഥാർത്ഥ വളർച്ചയും. നമ്മുടെ സ്വഭാവം പ്രത്യേകിച്ച് മക്കൾക്കായി ഇങ്ങനെ ചോദിക്കാറുണ്ട്: കർത്താവേ, നല്ല കോളേജുകൾ, നല്ല ജോലികൾ, സുരക്ഷിതമായ ലൈഫ്, വലിയ കുരിശുകളില്ലാത്ത വഴി. സ്ട്രഗിളിലും ലാക്കിലും അകന്നു നിൽക്കുന്ന ടോപ്പ് പൊസിഷനിൽ നമ്മുടെ കുട്ടികളെ നാം സ്വപ്നം കാണുന്നു. ലോകം നൽകിത്തന്ന ഈ സ്വപ്നങ്ങളിൽ യേശു ഒന്ന് കാത്തുസൂക്ഷിച്ച് ചോദിക്കുന്നു: ഇതെത്ര കാലം നിലനിൽക്കും? വിശ്വാസം ലൗകിക കംഫർട്ടിലേക്കുള്ള ടിക്കറ്റല്ല, ക്രിസ്തുവിനെപ്പോലെ ആക്കാൻ നമ്മെ തീയിൽ ഉരുക്കുന്ന ഒരു രൂപാന്തരമാണിത്. കുറുക്കുവഴികളുടെ ആകർഷണം വലുത്. ക്വിക്ക് സക്സസ് കിട്ടാൻ ഒന്ന് സത്യം വളയ്ക്കാം. പ്രയർ മുഴുവൻ ഭൗതിക ബ്ലെസ്സിങ്സ് ഡിമാൻഡ് ചെയ്ത് തീർക്കാം. ഫിറ്റിൻ ചെയ്യാൻ ഫെയ്ത്ത് ഒന്ന് അടക്കിവയ്ക്കാം. പക്ഷേ പൗലോസ് പറയുന്ന പോലെ, ഞങ്ങൾ കഷ്ടങ്ങളിലെങ്കിലും സന്തോഷിക്കുന്നു, കാരണം കഷ്ടം സ്ഥിരോത്സാഹം ഉത്പാദിപ്പിക്കുന്നു.
സ്ഥിരോത്സാഹം സ്വഭാവം, സ്വഭാവം പ്രത്യാശ. പ്രത്യാശ നമ്മെ ലജ്ജിപ്പിക്കുകയില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമർ 5:3-4. പരീക്ഷണങ്ങൾ അധ്യാപകരാവാം. നഷ്ടങ്ങൾ സ്വർഗത്തേക്കുള്ള നമ്മുടെ കാഴ്ച മൂർച്ഛമാക്കാം. മാതാപിതാക്കളെ, നിങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നവരെ സമ്പന്നമായ ലൈഫ് സ്റ്റൈലിലേക്ക് മാത്രമല്ല, സമ്പന്നമായ ഹൃദയത്തിലേക്കും ദാസഹൃദയത്തിലേക്കും നയിക്കൂ. ജീവിതം സിമ്പിളായിരുന്നെങ്കിലും വിശ്വാസം ഫേസ്റ്റായിരുന്ന ഒരു വീട്ടിൽ വളർന്ന ഒരാളെ ഞാൻ ഓർക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ കഠിനമായ ട്രയൽസ് കണ്ടപ്പോൾ അവരുടെ ഒരു മാതാപിതാവ് ഇങ്ങനെ പറഞ്ഞു: കുറച്ചുകൂടി പണം കിട്ടിയിരുന്നെങ്കിൽ എന്നല്ല ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ അവകാശം വിശ്വാസമായിരുന്നു എന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നിനക്ക് റെസിലിയൻസ് ഉള്ളത്, നിനക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കാനായത്. യഥാർത്ഥ സുരക്ഷ എവിടെയാണെന്ന് പഠിച്ച ഹൃദയത്തിന്റെ അല്പം മൃദുപ്രതിധ്വനിയാണത്. സത്യത്തിന്റെ വീടും ശിഷ്യത്വത്തിന്റെ ദൈർഘ്യവും. സുവിശേഷം നമ്മെ വീണ്ടും വീണ്ടും നമ്മുടെ റിയൽ ഹോമിലേക്ക് വിളിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ടല്ല, വിസിറ്റിംഗ് കാർഡിലുള്ള ജോബ് ടൈറ്റിലല്ല, ഇവിടെ കുറച്ചുള്ള വർഷം മാത്രം നിൽക്കുന്ന വീടല്ല. നമ്മുടെ വീട് ക്രിസ്തു തന്നെയാണ്. ദൂരദേശത്തേക്ക് പോയ ധൂർത്തപുത്രനെപ്പോലെ എപ്പോഴും നമുക്ക് തിരികെയെത്താം. പിതാവിന്റെ വാക്കുകൾ ഇന്ന് വീണ്ടും പ്രതിധ്വനിക്കട്ടെ: മുഴുവൻ ഹൃദയത്തോടെ എന്നിലേക്ക് മടങ്ങിവരൂ. യോവേൽ 2:12. ശിഷ്യത്വം ഒരു സിംഗിൾ യെസ് അല്ല, ഒരു നീണ്ട യാത്രയാണ്. റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയതുപോലെ, എനിക്ക് പാലിക്കേണ്ട വാഗ്ദാനങ്ങളുണ്ട്, ഉറങ്ങുന്നതിനു മുമ്പ് പോകാനുള്ള മൈലുകൾ ഇനിയും ബാക്കി. യേശുവിനൊപ്പമുള്ള പാത ത്യാഗങ്ങളുടെ താഴ്വരകളിലൂടെയും കൃപയുടെ കൊടുമുടികളിലൂടെയും കടന്നുപോകുന്നു. ഈ വഴിക്ക് കപ്പിനെ അവോയ്ഡ് ചെയ്യാൻ കുറുക്കുവഴി ഒന്നുമില്ല. പക്ഷേ ഒരു ഉറപ്പുണ്ട്: ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കേണ്ടി വരില്ല. യേശു ആദ്യം ആ കപ്പ് പൂർണ്ണമായും കുടിച്ചു. ഇന്നും ഓരോ ചുവടിലും ഭയപ്പെടരുത് എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടാണ് അവൻ നമ്മോടൊപ്പം നടക്കുന്നത്. ഈ ആഴ്ചയ്ക്കുള്ള ചെറിയ തീരുമാനങ്ങൾ. അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച ഇങ്ങനെ പ്രതിധ്വനിക്കട്ടെ: നിങ്ങളെ ആരും കാണാതെ ചെറുതായി സേവിക്കാനൊരവസരം കിട്ടുമ്പോൾ അത് സ്വീകരിക്കൂ. സത്യത്തേക്കാൾ ആശ്വാസം എളുപ്പമെന്ന് തോന്നുമ്പോൾ യേശുവിന്റെ കപ്പോർക്കൂ. മഹത്വം പ്രശസ്തിയാണെന്ന് ലോകം പറയുമ്പോൾ വീണ്ടും കേൾക്കൂ: നിങ്ങളിൽ ആരെങ്കിലും വലിയവനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കട്ടെ. ഇങ്ങനെ ജീവിക്കുമ്പോൾ ശബ്ദം നിറഞ്ഞതും സ്വയം പ്രശംസ തേടുന്നതുമായ ഈ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന പ്രതിധ്വനിയായി മാറുന്നു. ഒരു സെലിബ്രിറ്റിയല്ല, ഒരു ദാസൻ. കയ്യടി നേടാനുള്ള ഒരു വസ്തുവല്ല, അവന്റെ സാന്നിധ്യത്തിന്റെ ഒരു അടയാളമാണ്. വചനത്തിന്റെ ഈ പ്രതിധ്വനികൾ നിങ്ങളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കട്ടെ. നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ പുതുതായി രൂപപ്പെടട്ടെ. സേവകരാജാവായ യേശുവിന്റെ വഴിയിലേക്ക് നിങ്ങളെ കൂടുതൽ ആഴത്തിൽ ആകർഷിക്കട്ടെ. ആമേൻ.